ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കണ്ടോ നിങ്ങൾ ഈ കാണുന്ന പത്രം? ഇത് ഈ നാട്ടിലിറങ്ങിയിട്ടുള്ള ഒരു പത്രമാണ് കേട്ടോ. ഇതിലെന്താ പറയുന്നത്? ഹെഡിങ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ പരിസരത്തായതുകൊണ്ട് ഇതിനൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാ പറയുന്നത്. ഖത്തീബും മുക്രിയും പണവുമായി മുങ്ങി. ഹെഡിങ് അതാണ്, ഖത്തീബും മുക്രിയും പണവുമായി മുങ്ങി. ഇനി കേട്ടോളൂ ബാക്കി. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി സെൻട്രൽ ജുമുഅത്ത് പള്ളിയിലെ ഖത്തീബും മുക്രിയും പണവും സാധനങ്ങളുമായി മുങ്ങിയെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. കുറേ കിതാബുകൾ 10,000-ഓളം രൂപ എന്നിവ നഷ്ടപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ഭാരവാഹികൾ പരിശോധിച്ച് വരികയാണ്. ഇനി ആരാണ് മോഷണം നടത്തിയ കള്ളന്മാരാരാ കേട്ടോ? ഖത്തീബ് വേങ്ങര സ്വദേശി സിദ്ദീഖ് അഹ്സനി. മുക്രിയാരാണ്? താനൂര് തയ്യാല സ്വദേശി അബ്ദുൽ കരീം സഖാഫി. ഇവരാണ് സുബൈക്ക് ബാങ്ക് പോലും കൊടുക്കാതെ സുബഹിക്ക് പള്ളിയിൽ നിസ്കാരത്തിനെത്തിയ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ബാങ്ക് പോലും കൊടുക്കാതെ സഖാഫിയും അഹ്സനിയും മോഷണം നടത്തിപ്പോയി. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഈ മൗലൂദും മങ്കോസുമൊക്കെ വീടാന്തരം നടന്നോതിക്കൊടുത്തിരുന്ന അഹ്സനി സഖാഫി, പള്ളിയിൽ വെച്ചത് ഓതിക്കുകയും ഓതിപ്പിക്കുകയും ചെയ്തിരുന്ന അഹ്സനിയും സഖാഫി, അവരല്ലേ ജനങ്ങളോട് പറഞ്ഞത് കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. അതും പറഞ്ഞ് മൗലൂദോതി പറ്റിച്ചിട്ട് അതേ ആരായിപ്പ കള്ളന്മാരായി പോയത്? ആരാണിവിടെ ഒതുങ്ങാതെ ഇതുകൊണ്ട് പോയത്? ചിന്തിക്കുന്ന മുസ്ലിമേ ആലോചിച്ചോ. ഈ മൗലിദിന്റെ ഉപകാരങ്ങൾ പറയുന്നവർക്ക് പോലും അതിൽ വിശ്വാസമില്ല. അതിന്റെ തെളിവല്ലേ ഈ കാണുന്നത്? ആലോചിക്കണം. കള്ളന്റെ ശല്യം പോകുന്ന അവർ പാടുന്നത് വലിയ കള്ളന്മാരാണ് മൗലിദ് ഓതുന്നവരും ഓദിക്കുന്നവരും അത് നടത്തുന്ന പള്ളിയിലും അതിൻ്റെ പരിസരത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ രൂപത്തിൽ ജനങ്ങളെ എന്തും ഒരു ചൂഷണം, എന്തും ചൂഷണം ചെയ്യാനുള്ള കാലമാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് മുജാഹിദുകൾ ചൊല്ലൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമുക്ക് സ്നേഹമില്ല പോലും. നമ്മൾ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ് പോലും. ഓ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും ഒന്ന് ആലോചിക്ക്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു സ്വലാത്ത് ചോദിച്ചാൽ നമുക്ക് 10 ഗുണം കിട്ടുമെന്ന് ഞാൻ ഇപ്പോഴല്ലേ നിങ്ങളോട് പറഞ്ഞത്? ഇനി ഇപ്പോൾ പറയുന്ന കാര്യമല്ലല്ലോ. ഏത് കാലത്തും മുജാഹിദുകൾ ജനങ്ങളോട് പറയുന്നു. അതേ മുജാഹിദുകളുടെ പള്ളികളിൽ ജുമാക്ക് പോയിട്ടുള്ളവർക്ക് കേൾക്കാനാവില്ലേ? അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതേ അവിടുത്തെ പ്രസംഗങ്ങളിലതാ, ഖുതുബകളിലൂടെയതാ ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങളും അവിടുത്തെ ഏറ്റവും മാതൃകാപരമായ ജീവിതവുമല്ലേ ജനങ്ങളോട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ ഈ സ്വലാത്ത് ചൊല്ലാത്തവരാണ് മുജാഹിദുകളെന്ന് ആക്ഷേപിക്കുന്നവരുടെ സ്ഥിതി എന്താണ്? അവര് സ്വലാത്ത് ചൊല്ലുന്നത് എന്തിനാ? ലക്ഷങ്ങൾ പിടുങ്ങാനാണ്, കോടികൾ വാരിക്കൂട്ടാറാണ്. ആലോചിച്ച് നോക്കണം. മുജാഹിദുകൾ ഒരിക്കലും ഒരു സ്ഥലത്തും സമ്മേളനം സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് അതിൻ്റെ പേരിൽ വരുമാനം ഉണ്ടാക്കാറില്ല. സ്വലാത്ത് ഒരു ആരാധനയാണ്. അത് ഓരോരുത്തരും അവരവരുടെ പരലോകമോക്ഷം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യേണ്ടതാ. ഞാനൊരു സ്വലാത്തുകാരനാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയിക്കാൻ വേണ്ടി ഞാൻ സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമേ, നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് പറയുക? അയാൾ കപടനാണ്, അയാൾക്കൊരിക്കലും അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടില്ല. കാരണം എന്താ? മാലോകരെ കാണിക്കാനാ അയാൾ സ്വലാത്ത് ചൊല്ലുന്നത്, പണം വാങ്ങാനാ സ്വലാത്ത് ചൊല്ലുന്നത്. എങ്കിൽ നമ്മുടെ നാട്ടിൽ കേരള യാത്ര നടത്താൻ പോകുന്ന ഒരു വ്യക്തിയില്ലേ, അയാൾ എന്താ പറയുന്നതെന്നറിയോ? അയാൾ പോലും പറയുന്നത് വാസ്തവത്തിൽ ആളുകൾക്കിടയിൽ നിന്ന് പണം സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി, ആളുകൾക്കിടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണ് എന്ന പേര് കിട്ടാൻ വേണ്ടിയും സ്വലാത്ത് ചൊല്ലിയാലും കൂലിയുണ്ട് പോലും. അപ്പൊ ഇവരുടെ സ്വലാത്ത് എന്തിനാന്ന് മനസ്സിലായില്ലേ? ആളുകൾക്കിടയിൽ സ്വലാത്ത് തങ്ങളെന്ന പേര് കിട്ടണം. അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ ധാരാളമായി പണമുണ്ടാക്കണം. എന്തും പണത്തിന് വേണ്ടിയുള്ള ഉപാധി. ഇപ്പോൾ ഇതാ രസകരമായ പുതിയ ഒരു കച്ചവടം. ഇപ്പോൾ വന്ന പുതിയൊരു ബിദ്അത്താണ്.
10 കോടി സലാത്ത് ശേഖരിച്ചിട്ട് മദീനയിലേക്ക് സമർപ്പിക്കുന്നു. ഇപ്പോഴത്തെ ഇക്കൊല്ലത്തെ പുതിയ ലേറ്റസ്റ്റ് പരിപാടിയാണ്. അപ്പൊ അതിന് എല്ലായിടത്തും ഒരു പ്രചാരം. എന്താ ചെയ്യേണ്ടത്? ഒരു സ്ഥലത്ത് മുസ്ലിയാർ എന്തു ചെയ്യും? സലാത്തുകളൊക്കെ കൂടി വാരി ശേഖരിക്കും. സാധാരണ നമ്മളൊരു രാജ്യത്ത് വല്ല പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ആളുകളെ സഹായിക്കാൻ വേണ്ടി വസ്ത്രവും ഭക്ഷണവും മരുന്നുകളൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ആളുകളെ കൊണ്ട് വരുത്തിച്ചിട്ട് അത് ശേഖരിച്ച് ഒന്നിച്ച് കയറ്റി അയക്കാറുണ്ട്. അതിനെ സ്മരിപ്പിക്കുന്ന നിലയ്ക്ക് ഇവർ പറയാണ്, മദീനയിൽ വഫാത്തായി കിടക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിലേക്ക് 10 കോടി സലാത്ത് സമർപ്പിക്കാൻ പോവുകയാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാർ. എന്താ ഇതിന് അവർ പരസ്യം കൊടുത്തിരിക്കുന്നത്? രാജ്യത്ത് മുഴുവൻ അവർ പരസ്യം കൊടുത്തു കഴിഞ്ഞു. എന്താ പരസ്യം? എല്ലാ സ്ത്രീ പുരുഷന്മാരോടും അവർ നൽകുന്ന അഭ്യർത്ഥന, നിങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി സലാത്ത് ചൊല്ലുക. എന്നിട്ട് സലാത്ത് ചൊല്ലിയിട്ട് ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലുന്ന സലാത്ത് എഴുതി വെക്കുക. 1-ാം തീയതി ഞാൻ 100 എണ്ണം ചൊല്ലി, 2-ാം തീയതി 500 ചൊല്ലി, 3-ാം തീയതി 25 ചൊല്ലേയുള്ളൂ, 4-ാം തീയതി അങ്ങനെ ഒരു മാസത്തെ ഇടവേള കൊടുത്തിരിക്കുകയാണ്. ഒരു മാസത്തിൽ നിങ്ങൾ എത്രയാണ് ചൊല്ലിയതെന്നവിടെ കണക്കെഴുതി വെക്കണം. എന്നിട്ടെന്തു ചെയ്യണം? അതേ, ഇവരുടെ വലിയ ഹോജയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പറയുന്നു, സർവ്വ സ്ത്രീ പുരുഷന്മാരോടും നിങ്ങൾ ചൊല്ലിയ സലാത്ത് ഈ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണം. ഞാൻ ഇത്ര സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഒന്നുകിൽ വിളിച്ചു പറയാ, അല്ലെങ്കിൽ SMS. അതിലൂടെ എന്താ ലക്ഷ്യം എന്നൊക്കെ ഞങ്ങൾക്കറിയാം, മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യാ? എന്നിട്ട് എത്ര ആളുകളിൽ നിന്ന് SMS മുഖേന, മെസ്സേജ് മുഖേന എത്ര സലാത്ത് ചൊല്ലി? അങ്ങനെ 10 കോടി ശേഖരിക്കാനാ തീരുമാനം. 10 കോടി സലാത്ത് ശേഖരിച്ചിട്ട് ഈ മുസ്ലിയാർ എന്ത് ചെയ്യും? ഹോജ എന്ത് ചെയ്യും? ഇലാ ഹളറത്തി റസൂലില്ലാഹി എന്നും പറഞ്ഞത് ഒറ്റ പാർസലാ മദീനത്തേക്ക്. അങ്ങനെ ഒരു പരിപാടി, പുതിയൊരു പരിപാടിക്ക് ഒരു തുടക്കം കുറിച്ചു. ഇപ്പം തൽക്കാലം ഞാൻ ആ പരസ്യം കണ്ടപ്പോൾ അതിൽ കാശ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കറിയാം, ഒരുപാട് ആളുകളുടെ SMS മെസ്സേജും വരുമ്പോൾ കുറേ ആളുകളുടെ നമ്പർ കിട്ടാൻ പോവുകയാണ്. ഇനി അടുത്ത പ്രാവശ്യത്തെ പരസ്യത്തിൽ പ്രതീക്ഷിക്കാം, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് 1-ന് 1 രൂപ വെച്ച് ഈ കേന്ദ്രത്തിലേക്ക് അയക്കുക കൂടി ചെയ്യണം. ഞങ്ങൾ അതും മദീനയിലേക്ക്, ഹളറത്തിലേക്ക് പാർസലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഇങ്ങനെ സ്വലാത്തിനെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാർ, ഇങ്ങനെ സ്വലാത്ത് കച്ചവടം നടത്തുന്ന പുരോഹിതന്മാർ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചോ? സഹാബിമാരോട് നിങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൊല്ലിയ സ്വലാത്തുകൾ മദീനയിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പരിപാടി. ആരാണോ ഇത് പഠിപ്പിച്ചത്? ഏത് സംസ്കാരമാണിത്? ഏത് ഹദീസാണ് ഇതിന് തെളിവ്? ഏത് ആയത്താണ് ഇതിന് തെളിവ്? ഓരോ ദിവസവും പുതിയ പുതിയ ആചാരങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആണും പെണ്ണും ഒക്കെ മുസ്ലിയാർക്ക് വിളിക്കണം, ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് ഫോണിൽ വിളിച്ചു പറയണം. എന്നിട്ട് അയാൾ അതൊക്കെ കൂട്ടിയിട്ട് മദീനത്തേക്കാണ്ട് അയക്കുപോലും. ആരാണ് ഇയാൾക്ക് ഇതിന് അനുവാദം കൊടുത്തത്? അതെ, സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ പേരിൽ ചൂഷണം നടത്തുന്ന മുസ്ലിയാക്കന്മാർ രാജ്യത്തൊട്ടാകെ ഇനി നടത്താൻ പോകുന്നത് എന്താണ്? ഒരു യാത്രയാണ് പോലും. രാജ്യത്തൊട്ടാകെ ഒരു യാത്ര. എന്തിനായി യാത്ര നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അപമാനിതരായിരിക്കുകയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ മുജാഹിദുകൾ കള്ളം പറയാറില്ല. അവിടുന്ന് പറയാത്തത് പറഞ്ഞു എന്ന് പറയാറില്ല. അവിടുന്ന് ചെയ്യാത്തത് ചെയ്തു എന്ന് പറയാറില്ല. അവിടുന്ന് അംഗീകരിക്കാത്തത് അംഗീകരിച്ചു എന്ന് പറയാറില്ല. അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമല്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് മുജാഹിദുകൾ പറയാറില്ല. ഈ പാതകങ്ങളൊക്കെ ഇവിടുത്തെ സാക്ഷാൽ കാന്തപുരം വിഭാഗം എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്നു, ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുന്നു, അംഗീകരിച്ചിട്ടില്ലാത്തത്, അവിടുന്ന് അറിഞ്ഞിട്ടില്ലാത്തത് അംഗീകരിച്ചിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു എന്ന് വാദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിലെ അവിടുത്തെ തലയിലെ രോമമാണ്, അവിടുത്തെ താടിയിലെ രോമമാണ്, അവിടുത്തെ കയ്യിലെ രോമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇതാ ഹബീബിന്റെ തലയിലെ രോമമുണ്ട്, അവിടുത്തെ താടിയിലെ രോമമുണ്ട്, അവിടുത്തെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത രോമമുണ്ട് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് മുടിമുക്കിയ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ മുഴുവൻ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതേ ഈ മുസ്ലിയാർ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അത് സ്ഥാപിക്കാൻ ഒരു മുടിക്കെട്ടിടം
ഒരു മുടിക്കെട്ടിടം ഉണ്ടാക്കാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും കാലത്ത് മുടിവെക്കാൻ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടില്ല. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ചവരാണ്, ബഹുമാനിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്ക് അവർ പ്രത്യേകത കണ്ടിട്ടുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകമായ എല്ലാ കാര്യങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കാത്ത ഒരു വ്യക്തിയുമില്ല. യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അത് അംഗീകരിക്കാത്ത ആരുമില്ല. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരും പറഞ്ഞുകൊണ്ട് തെരുവിലേതോ പെണ്ണിന്റെ മുടിയുമായി നടക്കുകയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ഒരു രോമം പോലും ലോകത്തിന്ന് ഉണ്ട് എന്ന് ശരിയായ സനദോടെ തെളിയിക്കാൻ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. അവിടുത്തെ വടിയാണെന്ന് പറഞ്ഞ് വടി കൊണ്ട് നടക്കുന്നവർ, അവിടുത്തെ മുടിയാണെന്ന് പറഞ്ഞ് മുടിയുമായി ഊരു ചുറ്റുന്നവർ, അവിടുത്തെ മെതിയടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുടിയും വടിയും മെതിയടിയുമൊക്കെയായി ഊരു ചുറ്റി പണം തട്ടാൻ നടക്കുന്ന മുസ്ലിയാക്കളെ, മുജാഹിദുകൾ നിങ്ങളോട് വിനയത്തോടെ ആവശ്യപ്പെടുന്നു. റസൂലുള്ളാഹിന്റെ പേരിൽ ഈ കളി വേണ്ട, നബി തങ്ങളുടെ പേരിൽ ഈ ആരോപണം വേണ്ട, റസൂലുള്ളാഹിന്റെ പേരിൽ ഈ കളവ് വേണ്ട. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് അതും അള്ളാഹിന്റെ റസൂൽ കൊടുക്കാൻ പറഞ്ഞതാണ് പോലും ഷെയ്ഖ് അബൂബക്കറിന് എന്ന് പറഞ്ഞിട്ട് അതേ കാന്തപുരം ഒരു മുടിയുമായി നടക്കുകയാണ്. ഇയാളതിൽ അപമാനിതരായി, സർവ്വ മീഡിയകളുടെ മുമ്പിലും അപമാനിതരായി. പത്രക്കാര് പോലും ചോദിക്കാൻ തുടങ്ങി, മുസ്ലിയാരെ നിങ്ങൾക്ക് കിട്ടിയ മുടിയുടെ സനദൊന്നു പറയാമോ? സനദ് പറയാൻ ഇയാൾക്ക് സാധ്യമാകാതെ ഇപ്പോൾ മുടിയിൽ നിന്ന് തടിയൂരാൻ വേണ്ടി അതേ കേരളത്തിലതാ യാത്ര നടത്താൻ പോകുന്നു. രക്ഷപ്പെടൂല. നിങ്ങളുടെ ആ മുടിയിൽ ചുറ്റിയ നിങ്ങളുടെ വികൃതമായ മുഖം ജനസമൂഹത്തിന്റെ മുമ്പാകെ മുജാഹിദുകൾ വരച്ചു കാണിക്കാൻ പോകുന്നു. എങ്ങനെ? ആദർശം കൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയാ, അള്ളാഹിന്റെ റസൂലിന്റെ മുടിയാണ് എന്ന് പറയാ, ഇതാ മുടിട്ട വെള്ളം വിതരണം ചെയ്യുക, എന്നിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി കോടികളുടെ പള്ളി ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പ്രതീക്ഷിക്കുക, വലിയ ടൗൺഷിപ്പ്, വലിയ രൂപത്തിലുള്ള ഭൂമാഫിയകളെ കൊണ്ടുവന്ന് നിറക്കുക, എന്നിട്ട് അതിലൂടെ വലിയ സമ്പാദ്യം ഉണ്ടാക്കുക. ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഉദരപൂരണം നടത്താൻ, കോടികൾ പിരിച്ചെടുക്കാനുള്ള ഈ ശ്രമം സർവ്വ മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടായി നേരിടേണ്ടതുണ്ട്. രാജ്യത്ത് എല്ലാ ആളുകളും ഇന്നത് മനസ്സിലാക്കി കഴിഞ്ഞു. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തല്ലേ ഹിന്ദുക്കൾ ജീവിക്കുന്നത്, ഈ രാജ്യത്തല്ലേ രാഷ്ട്രീയക്കാർ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി, ഈ പുരോഹിതന്റെ കപടമുഖം തിരിച്ചറിഞ്ഞു. സാക്ഷാൽ കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതാണെന്ന് അയാൾക്ക് തെളിയിക്കാൻ സാധ്യമല്ലെന്ന് മീഡിയ പ്രതിനിധികൾക്ക് ബോധ്യമായി, രാഷ്ട്രീയക്കാർക്ക് പോലും ബോധ്യമായി. അതുകൊണ്ടല്ലേ സഖാവ് പിണറായി പോലും ചോദിച്ചു, എന്തേ, എവിടെയാണ് ഇതിന്റെ അടിസ്ഥാനമുള്ളത് എന്ന് അയാൾക്ക് പോലും ചോദിക്കാൻ തോന്നിയത് എന്താ? അപ്പോ അയാളോട് ചൂടായിട്ടൊന്നും കാര്യമല്ല, നിങ്ങൾ രാഷ്ട്രീയം നോക്കിയാൽ മതി, നിങ്ങൾ മുടിയുടെ കാര്യമൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെയാണല്ലോ എല്ലാ മതവിഭാഗങ്ങളും ജീവിക്കുന്നത്. മുസ്ലിമീങ്ങൾ അവരോട് എല്ലാവരോടും പഠിപ്പിച്ചു കഴിഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരവശിഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരിവിടെ എന്തു കൊണ്ടുവന്നാലും അത് പ്രവാചകനിലേക്ക് എത്തുന്ന കണ്ണിമുറിയാത്ത വിശ്വസ്തരായ പരമ്പരയുണ്ടെങ്കിലേ അത് മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമാകൂ എന്ന അടിസ്ഥാന തത്വം രാജ്യത്തുള്ള സർവ്വ മനുഷ്യരും പഠിച്ചപ്പോൾ കാന്തപുരം അപമാനിതരായിരിക്കുകയാണ്. അയാളുടെ പണത്തിന്റെ ഹുങ്ക് കാണിക്കാൻ ഇനിയിപ്പോ കേരള യാത്ര നടത്തുകയാണ്. മാനവികതയെ ഉണർത്താനാണ് പോലും, മാനവികത പഠിപ്പിക്കാനാണ് പോലും. വല്ലാത്തൊരു മനുഷ്യത്തുള്ള മാണിക്കക്കല്ലാണ്. മനുഷ്യത്വം പഠിപ്പിക്കാനാണ് പോലും മൂപ്പര് രാജ്യത്ത് റോന്തു ചുറ്റാൻ പോകുന്നത്. ഇയാളെ നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ പറയുന്നു മുജാഹിദുകൾ ഭീകരവാദികളാണ് പോലും. ആര്? ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദുകൾ. അതേ, ശക്തമായ ഒരു സംസ്ഥാന സമ്മേളനത്തിന് കേരളം കാതോർക്കുന്ന ഈ ഘട്ടത്തിൽ പ്രിയമുള്ള സഹോദരന്മാരെ, മുജാഹിദുകളെ കുറിച്ചുള്ള ശക്തമായ തെറ്റിദ്ധാരണകളുടെ കോട്ട കൊത്തളങ്ങൾ വിറങ്ങലിച്ച് നിൽക്കേണ്ടി വരും. രാജ്യമൊട്ടാകെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം വിശദീകരിക്കപ്പെടുമ്പോൾ ചില്ലറ ആലോചനമൊന്നുമല്ല, അത് ശിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും കോട്ട കൊത്തളങ്ങളിൽ ഉണ്ടാക്കുക എന്നത് നിസ്സംശയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദുകൾ ഭീകരവാദികളാണെന്ന് പറയുന്ന ഇയാളാണ് പറയുന്നത് മനുഷ്യത്വം വേണം, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ കേരള യാത്ര തുടങ്ങാൻ പോണത്. മനുഷ്യരൊക്കെ ഒന്നാണ്, മനുഷ്യർക്കിടയിലൊക്കെ വലിയ സ്നേഹം വേണം,
ഒരു നായക്ക് പോലും വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ, ഒരു നായയുടെ പോലും ദാഹം തീർത്തതിൻ്റെ പേരിൽ സ്വർഗം പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ അനുയായികളാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ഇയാൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഈ മനുഷ്യൻ ഈ പറയുന്നതിൽ വല്ല ആത്മാർത്ഥതയുണ്ടോ? ഒരു നായയോട് കാണിക്കുന്ന സ്നേഹം പോലും മുജാഹിദുകളോട്, ആദർശ ശത്രുക്കളെന്ന് അയാൾ മുദ്ര കുത്തിയിട്ടുള്ള ആളുകളോട് കാണിക്കാൻ സന്മനസ്സില്ലാത്ത ഏറ്റവും വലിയ രാജ്യം കണ്ട ഭീകരനാണ് സാക്ഷാൽ കാന്തപുരം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നിങ്ങൾക്കറിയാമോ, ഇന്നും കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇന്നും മുജാഹിദുകൾ പ്രസംഗിക്കുമ്പോൾ വേദി കയ്യേറുകയാണ്, കല്ലെറിയുകയാണ്, അക്രമങ്ങൾ ഉണ്ടാക്കുകയാണ്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഒരു പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾ ഇവരിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഊരുവിലക്ക് ഏറ്റുവാങ്ങുകയാണ്, അവർക്കുള്ള വെള്ളം മുടക്കുകയാണ്, അവർക്കുള്ള പാല് വിതരണം മുടക്കുകയാണ്, അവരുടെ ഷോപ്പുകളിൽ നിന്ന് സാധനം വാങ്ങുന്നത് മുടക്കുകയാണ്. ഈ രൂപത്തിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടാതെ തൻ്റെ ആദർശ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ചവരെ മുഴുവനും അടിച്ചൊതുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു നായയോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം പോലും മുജാഹിദിനോട് കാണിക്കരുതെന്ന് വളരെ കൃത്യമായി ജനസമൂഹത്തെ പഠിപ്പിക്കുന്ന ആളാണിപ്പോ മനുഷ്യത്വം പഠിപ്പിക്കാൻ വേണ്ടി, മാനവികതയെ ഉണർത്താൻ വേണ്ടി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര പുറപ്പെടാൻ പോകുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒന്നും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വനസംരക്ഷണത്തിന് വേണ്ടി വീരപ്പന്റെ യാത്ര എന്ന് പണ്ടൊരിക്കൽ ഇയാൾ കേരളത്തിലൂടെ യാത്ര പോയപ്പോൾ ഒരു വിഭാഗം ആളുകളെന്ന് പറഞ്ഞിരുന്നു. കേരളീയ വനങ്ങളുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി ആരാ യാത്ര നടത്തുന്നത്? വീരപ്പൻ. ആരാ വീരപ്പൻ? കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മരങ്ങളെപ്പോലും ചന്ദനമുട്ടികളെപ്പോലും മുറിച്ച് കടത്തുകയും കള്ളക്കടത്തും കൊള്ളയുമായി നടത്തിയ, വനത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നടന്ന സാക്ഷാൽ വീരപ്പൻ വനസംരക്ഷണത്തിന് യാത്ര പോയാൽ എങ്ങനെയുണ്ടാകും? അതിനേക്കാൾ തമാശയാണ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുജാഹിദുകളുടെ സ്റ്റേജുകൾ കയ്യേറുകയും മുജാഹിദുകളെ അതുപോലെ തന്നെ ആക്രമിക്കുകയും, നിസ്കരിക്കുന്ന നേരത്ത് പോലും ഇരുമ്പ് തണ്ടുകൊണ്ട് ആക്രമിക്കുകയും, അവരുടെ വെള്ളം മുടക്കണമെന്ന് പറയുകയും, അവരുടെ പാല് മുടക്കണമെന്ന് പറയുകയും, അവരുടെ ഷോപ്പിൽ കയറി കുഴപ്പമുണ്ടാക്കുകയും ചെയ്തുകൊണ്ട് രാജ്യത്ത് ജീവിക്കുന്ന, ഇന്ത്യ രാജ്യത്തുള്ള പൗരസ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന നിലക്ക് തന്റെ ശത്രുക്കളാണെന്ന് മുദ്രകുത്തപ്പെടുന്നവരെ മുഴുവനും ഈ രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, സാക്ഷാൽ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അയാൾക്ക് എന്ത് അവകാശമാണുള്ളത് മാനവികത പറയാൻ? അയാൾക്ക് എന്ത് അവകാശമാണുള്ളത് മനുഷ്യത്വം പറയാൻ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. എന്നിട്ടോ പേര് മുജാഹിദുകൾക്കും, മുജാഹിദുകൾ ഭീകരവാദികളാണ് പോലും, മുജാഹിദുകൾ ഭീകരവാദികളാണ് പോലും. ഒരൊറ്റ മുജാഹിദിന്റെ പ്രസിദ്ധീകരണത്തിൽ, മുജാഹിദുകളുടെ പ്രസംഗങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഡ്രൈവർ ഹിന്ദുവാണെങ്കിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. മറിച്ച് കാന്തപുരത്തിന്റെ ആത്മീയ നേതാവായി കാന്തപുരം പരിചയപ്പെടുത്തുന്നത് CM ഇബ്രാഹിം, CM മടവൂരിനെയാണ്. CM മടവൂരിന്റെ സ്വഭാവം എന്തായിരുന്നു? അയാൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ബസ്സിൽ കയറിയാൽ അയാൾ ചോദിക്കുമത്രേ, ഡ്രൈവർ മുസ്ലിമാണോ? ഡ്രൈവർ മുസ്ലിമാണോ എന്ന്. ഡ്രൈവർ മുസ്ലിം അല്ല എന്നാണ് മറുപടിയെങ്കിൽ ഇയാൾ ഇറങ്ങി നടക്കുമായിരുന്നു. മുജാഹിദുകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ഇയാൾ പറയുന്നു മുജാഹിദുകൾ ഭീകരവാദികളാണ്, മുജാഹിദുകൾ വർഗീയവാദികളാണെന്ന്. രാജ്യത്ത് നടന്ന ഒട്ടേറെ കലാപങ്ങളിൽ സഖാഫിമാരുടെ പേരുകളുണ്ട്. പുലിത്തോല് മോഷണത്തിൽ സഖാഫികളുടെ പേരുണ്ട്. രാജ്യത്ത് നടന്ന ഒട്ടേറെ കയ്യേറ്റങ്ങളിൽ സഖാഫികളുടെ പേരുണ്ട്. ഒരുപാട് രാജ്യത്തുള്ള മത തീവ്രവാദ സംഘടനകൾക്ക് വെള്ളവും വളവും നൽകിയത് ഇയാളുടേതായ ഉപദേശങ്ങളാണ്, ഇയാളുടെ അനുയായികളാണ്. അതേ, പല രൂപത്തിലും പല പേരുകളിലും രാജ്യത്ത് പ്രവർത്തിച്ചത്. ഇന്നും പല പേരിലുള്ള രാഷ്ട്രീയ അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകളുടെ പേരിൽ ജയിലിലടക്കപ്പെട്ടിട്ടുള്ള പല പ്രതികളുടെയും പിന്നാമ്പുറം മാന്തി നോക്കിയാൽ സാക്ഷാൽ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന ആളുകളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ചെവിക്കൊണ്ടുകൊണ്ട് തീവ്രവാദത്തിലേക്ക് എടുത്തുചാടിയവരാണ്. ജമിയത്തുൽ ഇഹ്സാനിയ എന്ന പേരിലാണെങ്കിലും ടൈഗർ സുന്നി എന്ന പേരിലാണെങ്കിലും ഇതൊക്കെയും ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ മാനവികതയുടെ പേരും പറഞ്ഞ് റോന്തു ചുറ്റാനിറങ്ങുന്ന സാക്ഷാൽ കാന്തപുരത്തിന്റെ സന്താനങ്ങളാണ് ഇവരെല്ലാം. മുജാഹിദുകൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. മുജാഹിദുകൾ ഒരു സ്ഥലത്തും ഒരാളെയും വർഗീയതയുടെ പേരിൽ ആക്രമിച്ചിട്ടില്ല, ഒരു സ്ഥാപനത്തെയും തകർത്തിട്ടില്ല, ഒരാളുടെയും പരിപാടിയിൽ പോയി കൂക്ക് വിളിക്കാറില്ല. ഓരോരുത്തരും പ്രസംഗിക്കട്ടെ, അവർക്ക് പറയാനുള്ളത് പറയട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും പറയും. സമാധാനപരമായ
ദഅവത്താണ് മുജാഹിദുകൾ നടത്തുന്നത്. ഈ രൂപത്തിലൊക്കെ രാജ്യത്ത് സമാധാനത്തിന്റെ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, അവരെ കുറിച്ച് മീഡിയകളോട് ഇയാൾ പറഞ്ഞത് മുജാഹിദുകളാണത്രേ കേരളത്തിലെ ഭീകരവാദികൾ എന്ന്. നാണമില്ലേ മിസ്റ്റർ കാന്തപുരം നിങ്ങൾക്കിത് പറയാൻ? ആരോട് മുമ്പിലാണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ രാജ്യത്തുള്ള രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർക്ക് മുഴുവനും നിങ്ങളെ ഇന്നറിയാം. ആ മുഖം മൂടി നിങ്ങളെ പിച്ച് ചീന്താൻ തന്നെയാണ്, നിങ്ങളൊരൽപ്പം അവർക്കിടയിൽ ഒരു പേരുണ്ടാക്കാനാണ് നിങ്ങൾ യാത്ര പുറപ്പെടുന്നതെങ്കിൽ ആ പൂതിക്കൊരു ഗ്ലാസ് വെള്ളം കുടിച്ച് മതിയാക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. കാരണം നിങ്ങൾ രാജ്യത്ത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി മുജാഹിദുകളോട് മാത്രമാണോ? നിങ്ങളുടെ ആദർശ ശത്രുക്കളെന്ന് നിങ്ങൾ വിധി എഴുതിയിട്ടുള്ള നിങ്ങളുടെ അപ്പുറത്തെ ഈ ഭാഗം സമസ്ത, EK സമസ്ത, AP സമസ്ത എന്ന് രണ്ടായി പിരിഞ്ഞുകൊണ്ട് മഹല്ലുകളിൽ കലാപങ്ങളില്ലേ, കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ലേ? എത്ര പള്ളികൾ കയ്യേറ്റം ചെയ്തു, എത്ര മദ്രസകൾക്ക് ഇടച്ചുമരു വീണു, എത്ര സ്ഥലങ്ങളിൽ കലാപങ്ങൾ ഉണ്ടായി. അതേ ബലിപെരുന്നാളിന് കാളയെ അറുക്കുന്ന ദിവസത്തിൽ കാളയെ അറുക്കും പോലെ ഒരു പാവപ്പെട്ട മുസ്ലിമിനെ അറുത്ത് തള്ളിയില്ലേ? എന്തിനു വേണ്ടി? ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ പേരിൽ. ഈ രൂപത്തിലുള്ള മനുഷ്യത്വം തൊട്ട് നീട്ടിയിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മിസ്റ്റർ കാന്തപുരം, നിങ്ങളാണോ മാനവികത ഉണർത്താൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്രക്കൊരുങ്ങുന്നത്? മുജാഹിദുകൾക്ക് അതുകൊണ്ടൊരു ബേജാറുമില്ല. നിങ്ങൾ കൂടുതൽ അപമാനിതനാകും എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സമാധാനത്തോടുകൂടെ ദഅവത്ത് നടത്തുന്ന മുജാഹിദുകൾക്ക് നിങ്ങളുടെ യാത്രയൊന്നുമല്ല, നിങ്ങളുടെ കോടികൾ ഒന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിങ്ങളുടെ പണത്തിന്റെ കൊഴുപ്പിനേക്കാളപ്പുറം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശമാണ് ജനങ്ങളോട് പറയുന്നത്. കേരള യാത്രയെക്കുറിച്ച് എല്ലായിടത്തും പരസ്യങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ, യാത്രകൾ, ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നുവല്ലേ? നിങ്ങൾ സ്നേഹം പറയുന്നു, നിങ്ങൾ സൗഹാർദ്ദം പറയുന്നു, നിങ്ങൾ മനുഷ്യത്വം പറയുന്നു. മനുഷ്യത്വം സ്വന്തം അണികളോടെങ്കിലും ഒന്ന് നടപ്പിലാക്കൂ പ്രിയമുള്ള കാന്തപുരം. സ്വന്തം അനുയായികളോടെങ്കിലും ഒന്ന് മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുക്കൂ. തിരുവനന്തപുരം ഭീമാപള്ളിയിലുള്ള മുജാഹിദിന്റെ പ്രവർത്തകന്മാരെ ഒരു ബാർബർ ഷോപ്പിൽ കയറിയാൽ അവിടെയുള്ള ബാർബർ ഷോപ്പിലുള്ള ഉടമകളോട് നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, ആള് മുജാഹിദാണെങ്കിൽ മുടിവെട്ടിക്കൊടുക്കരുത്, ഇറക്കി വിടണം, അവന്റെ പാല് തടയണം, അവന്റെ വെള്ളം തടയണം, അവരുടെ കേന്ദ്രങ്ങളിൽ പോയി മുജാഹിദിന്റെ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ അനുവദിക്കരുത്. ഈ രൂപത്തിലൊക്കെയുള്ള ഭീകരവാദം ഇന്ത്യ രാജ്യത്തോ ഈ കേരളക്കരയിലോ രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരുമൊക്കെ ഉണർന്നറിയണം. ഇയാൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും വേറെയുമാണ്. അതുകൊണ്ട് മാനവികതയെ ഉണർത്താനെന്ന് പറഞ്ഞ് കേരള യാത്ര നടത്തിയതൊന്നുകൊണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞതിന്റെ പേരിലുണ്ടായ ഈ അപമാനത്തിന്റെ കറുപ്പ്, ഈ അപമാനത്തിന്റെ ഭാരം നിങ്ങളുടെ മുഖത്തിൽ നിന്നും പിരടിയിൽ നിന്നും ഒഴിവാകില്ല കാന്തപുരം. നിങ്ങളത് മനസ്സിലാക്കണം. അതേ, ഈ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരോടും നമുക്ക് പറയാനുള്ളത്, ഇസ്ലാം ഭീകരവാദമല്ല, ഇസ്ലാം തീവ്രവാദമല്ല, ഇസ്ലാം സ്നേഹമാണ്, സൗഹാർദ്ദമാണ്. ആ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ആധികാരികമായ പ്രമാണം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തോടുള്ള സ്നേഹം അവിടുന്ന് പഠിപ്പിച്ചത് ചെയ്യലാണ്, അവിടുന്ന് ജീവിതത്തിൽ മാതൃക കാണിച്ചു തന്നത് ചെയ്യലാണ്. ആ രൂപത്തിലുള്ള ജീവിതത്തിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ രക്ഷ, നമ്മുടെ സുരക്ഷിതത്വം പരലോക വിജയത്തിലാണ്. അതിനുവേണ്ടിയാണ് മുജാഹിദുകൾ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളൊരു ദിവസത്തെ ഭയപ്പെടണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് നിങ്ങളെല്ലാം മടക്കപ്പെടുന്ന ദിവസം. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന മുഴുവൻ ആളുകളും പടച്ചതമ്പുരാന്റെ കോടതിയിൽ പോയി നിൽക്കുന്ന ദിവസം, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചോദിക്കപ്പെടുന്ന ദിവസം, അള്ളാഹു നൽകിയ ആയുസ്സിനെ കുറിച്ച് ചോദിക്കപ്പെടുന്ന ദിവസം, അള്ളാഹ് നൽകിയ സമ്പത്തിനെ കുറിച്ച് ചോദിക്കപ്പെടുന്ന ദിവസം, അള്ളാഹു നൽകിയ അറിവിനെ കുറിച്ച് ചോദിക്കപ്പെടുന്ന ദിവസം. ആ ദിവസത്തിൽ പ്രിയമുള്ളവരെ, നീ എന്താണ് പ്രവർത്തിച്ചത്, നീ എന്താണ് ചെയ്തത്, നീ എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എങ്ങോട്ടാണ് ചെലവഴിച്ചത്, അത് കൃത്യമായി മുസ്ലിമിന്റെ എന്ന് മാത്രമല്ല ഓരോ മനുഷ്യന്റെയും കൃത്യമായ മറുപടി നാളെ മഹ്ശറിൽ നൽകാതെ കണ്ട് വെച്ച കാലം മുന്നോട്ടനക്കാൻ പടച്ച റബ്ബിന്റെ കോടതിയിൽ അനുവാദമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. നമുക്ക് മരിച്ചു പോകണം. മരണാനന്തരം അള്ളാഹുവിന്റെ കോടതിയിലെത്തണം. അവിടെ രക്ഷ കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് വെറുതെ പറയാനുള്ളതല്ല. അതിനെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല. അതിന് വിരുദ്ധമാകുന്നത് നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും ഒന്നും ഉണ്ടാകാൻ പാടില്ല. സിനിമകളുടെയും സീരിയലുകളുടെയും മ്യൂസിക്കുകളുടെയും ലോകത്ത്
അതുപോലെ തന്നെ ചാടിപ്പോക്കുകളുടെയും പ്രേമങ്ങളുടെയും അശ്ലീലതകളുടെയും ദുരന്തങ്ങൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് മൊബൈലുകളുടെയും നെറ്റുകളുടെയും ചതിക്കുഴിയിൽ പെട്ടുകൊണ്ട് ഭാര്യാഭർത്താക്കളും രക്ഷിതാക്കളും മക്കളും അയൽക്കാരും കുടുംബങ്ങളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിനും വക്കാണത്തിനും വിധേയരാകുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്താണെന്ന് ശരിക്കും പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അത് പഠിക്കേണ്ടതുണ്ട്, അത് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ഒരവസ്ഥയിലേക്കാണ് പ്രിയമുള്ളവരെ നാം നീങ്ങേണ്ടത്. അതിനുവേണ്ട പ്രവർത്തനങ്ങളിലേക്കാണ് നാം മുതിരേണ്ടത്. അതെ, ഒന്നുകൂടി ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ആവർത്തിക്കുകയാണ്. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത് പറയാനുള്ളതല്ല. ഒരു 100 കൊല്ലക്കാലം കേരളത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ ആട്ടും തുപ്പുമൊക്കെ ഏറ്റുകൊണ്ട് അവരിൽ നിന്നുള്ള ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ അതേ അല്ലാഹുവിൻ്റെ ദീൻ എന്താണെന്ന് കലർപ്പില്ലാതെ അവതരിപ്പിച്ചതിൻ്റെ ചരിത്രം ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറയാൻ, ജനങ്ങളോടത് പറയാൻ കൂടുതൽ ആവേശത്തോടുകൂടി ഇനിയും മുന്നോട്ട് പോകുവാനുള്ള ഏറ്റവും വലിയ ആർജവം ഉണ്ടാക്കി തീർക്കുക എന്ന നിലക്ക് തന്നെയാണ് സംസ്ഥാന സമ്മേളനം വരാൻ പോകുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ആദർശം എന്താണെന്ന് ശരിയായ നിലക്കും മനസ്സിലാക്കണം. ആദർശത്തിലുള്ള കണിശത ആരുടെ മുമ്പിലും നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു ആദർശം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു കണിശത കൃത്യമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക, ജനങ്ങളെ ഇസ്ലാമികമായ ദഅവത്തിലേക്ക് കൊണ്ടുവരിക. അതേ, സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എന്താണ് ശരിയായ ആദർശം എന്ന് പഠിപ്പിക്കാൻ നമുക്ക് ഏറ്റവും വലിയ പ്രസിദ്ധീകരണങ്ങളുണ്ട്. നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന പേരിൽ ഇന്നലെ എറണാകുളം സ്റ്റേജിൽ വെച്ച്